അപ്പൊ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൺബോക്സിംഗ് ടു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഐറ്റംസ്. അൺബോക്സിംഗ് ടു കൊമേഴ്ഷ്യൽ. എന്താ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോയി അഴിച്ചു പണിയാൻ പോവാണോ? എന്താ ഉദ്ദേശിച്ചത്? അത് ഈ ബാഗിൽ കുറച്ച് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലുള്ള സാധനങ്ങളുണ്ട്, അതൊന്ന് കാട്ടിത്തരാട്ടോ. ഇതുപോലെ നെക്സ്റ്റ് ബ്ലാക്ക് ബാഗ്. ഇത് ബ്രാൻഡ് ചാക്കോ. ഇത് നിങ്ങക്ക് തോന്നും മാർക്കറ്റിൽ സവാള ഉള്ളിയൊക്കെ കൊണ്ടിറക്കുന്ന ചാക്കാന്ന്, പക്ഷെ അതിപ്പോ ചമ്പ ഉള്ളിയെന്നുണ്ട്. ഹുഡിയോ അല്ല ഹുഡിയല്ല ഗൈസ്, ഹുഡിക്ക് വരെ മുകളില് ഇങ്ങനെ മറയൊന്നുമില്ലാത്ത എന്തോ സാധനം. ഇത് കാൻഡോ കോഴിയുടെ മറ്റേ സ്കിന്നൊക്കെ പൊളിച്ചെടുത്തങ്ങളെ. ഇതാണ് പുലിയുടെ തോല്, ആടിന്റെ തോലുമുണ്ട് കണ്ടോ. കറക്റ്റ് ആ മറ്റേ ചാക്കല്ലേ, ചാക്കാണ് ഗൈസ്. ഉമ്മറിനെ പറ്റിച്ചിരിക്കുന്നു. യെസ്, ഇത് ഉമ്മറിന്റെ ജാക്കറ്റ് ആണ് ഗൈസ്. ജാക്കറ്റ് തണുപ്പത്തൊക്കെ ഇടാൻ വേണ്ടി കൊച്ചു വാങ്ങിച്ച. നെക്സ്റ്റ് ചാക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്, അടുത്ത ചാക്ക്. പക്ഷെ ദാറ്റ് ഈസ് നൈസ് ടോപ്പ്. ഇത് നിന്റെയാണോ? ഇതും ഉമ്മറിന്റെ 80 രൂപ. ഉമ്മറിന്റെ 80 രൂപ. ഞാൻ 75 രൂപ കിലോ. ഇത് എത്ര? 75. ഗൈസ് ഈ ടോപ്പും കൊള്ളാൻ കേട്ടോ. നെക്സ്റ്റ് ഇത് പിന്നെയും ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി അല്ല, ലൈക്ക് ഒത്തിരി സീംലെസ് അല്ല, അത് ഭയങ്കര സീംലെസ് ആണ്. ഗൈസ് ഇതെന്താന്ന് അറിയോ? ഇത് ഉമ്മറിന്റെ ആണ് ഗൈസ്, ഉമ്മറിന്റെ അണ്ടർവെയർ. ഉമ്മറിന്റെ പൊലാസു അണ്ടർവെയറിലെ ഗൈസ് പൊലാസു. ഇതെന്താണ് ഉമ്മറെ? ഓ എക്സ്ട്രാ ചെയ്യുന്നില്ലല്ലേ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ ഫാഷൻ. ഗൈസ് വള്ളിക്കുണ്ട് നല്ല കാവാലം ചെടി. അതല്ല മറ്റേ ഈ എമൗണ്ടിനൊക്കെ ഹൗ മച്ച്? 150. 150. എത്ര പീസ്? 2 പീസ്. 150 എത്ര പീസ്? 150 150 ഡെയിലി വെയറല്ലേ? ഡെയിലി വെയർ. യെസ്, 150. പുതുമ തീരുന്നത് വരെ നമുക്ക് പുറത്തേക്ക് പോയിട്ടുണ്ടോ? പുതുമ തീർന്ന വീട്ടിൽ പോയിടാം. നെക്സ്റ്റ് ഒരു ഡ്രസ്സിന് വേണ്ടി വാങ്ങിച്ചത്. പുള്ളി പറഞ്ഞ ആംഗിൾ ലെങ്ത്. ദിസ് ഇസ് ആംഗിൾ ലെങ്ത്. ബട്ട് ആംഗിൾ ലെങ്ത്തിന് മറ്റേ ഇതൊക്കെ ഉണ്ടാവില്ലേ, മറ്റേ സൈഡില് ഈ പോക്കറ്റൊക്കെ ഉണ്ടാവത്തില്ല ഗൈസ്. അങ്ങനെ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഉമ്മറിന്റെ ആണ് ഇത്രയും സാധനങ്ങള്. ഓ മൈ ഗോഡ്, നോ സർപ്രൈസ്. ഇനിയും ഉണ്ടല്ലോ സാധനങ്ങൾ. ഇത്ര ഉള്ളോ അതിനകത്ത്? ദിസ് ഈസ് ടു ചപ്പൽ ഇവിടെ ഇടാൻ, റൂമിൽ ഇടാൻ വേണ്ടി നമ്മൾ 2 ചപ്പൽ വാങ്ങിച്ചാണ്. നാട്ടിൽ ചെന്നിട്ട് നമ്മൾ ഇത് വീട്ടിൽ ഇടും, അല്ല റോട്ടിൽ ഇടും. ഇത് വീട്ടിൽ. നെക്സ്റ്റ് ക്യാമറ ഗൈസ്, ക്യാമറയിലാണ് ഗൈസ്. ഇത് വെള്ള കമ്മൽ വെള്ള ഡ്രസ്സിന്, ഇത് സ്റ്റീൽ കമ്മൽ സ്റ്റീൽ ഡ്രസ്സിന്, ഇത് ഗോൾഡൻ കമ്മൽ ഗോൾഡൻ ഡ്രസ്സിന്, ഇത് ഗോൾഡിന് സിൽവർ. ഇത് മറ്റേ സംഭവമാണ്, മറ്റേ ഈ ഗോൾഡ് സ്റ്റീൽ അല്ലാണ്ട് വേറൊരു സാധനല്ലേ, ഇത് ബ്ലാക്ക് മെറ്റലും അത് സിൽവറും. ഇതാണ് സ്റ്റീൽ. സ്റ്റീൽ കമ്മൽ വെറും 10 രൂപ. നാട്ടിലൊക്കെ ഇതിന് 30, 70 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കബളിപ്പിക്കുന്ന. ബാംഗ്ലൂർക്ക് വരൂ, കോമേഴ്സിൽ വരൂ. നെക്സ്റ്റ് നെക്സ്റ്റ്
ദിസ് ബാഗ് ഓപ്പൺ. ഇത് മുറി വാങ്ങിക്കാത്ത ആവശ്യമുള്ള എടുക്കണേ. ഇതാണ് ഉമ്മന്റെ ചപ്പൽസ്. വീട്ടിൽ പോകുന്നൊന്നും ഇല്ലേ? ഇതിന്റെ തന്നെ രണ്ടെണ്ണം അതൊന്നും എടുത്ത് കാട്ടണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? നെക്സ്റ്റ് എടുക്കാൻ ഇരുന്നോണ്ട് എന്റെ പെട്ടിത് മാത്രം സാധനം. ഓക്കെ കൊള്ളാട. നെക്സ്റ്റ് നിങ്ങൾ കെട്ട് എവിടെ കേട്ടാ മുമ്പോട്ട് രണ്ട് വരല്ലോ. ഇടൂല. അതിന് 140 കൂട്ടായിട്ടുള്ള ചെരുപ്പ് കാണാൻ ഇത് ഞാനും ഇടുന്നുണ്ട് രണ്ടുപേരിലും. 150 140 130 കണ്ട 5. എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടത്. അവള് ഇടൂല പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്തോ വാങ്ങിച്ചിങ്ങനെ വെക്കാന്ന് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉമ്മർക്കാൻ വാങ്ങിച്ച അടുത്ത ചെരുപ്പാണ്. അത് ചുമ്മാ മറ്റേ ഇതിന് വേണ്ടിട്ട് വാങ്ങിച്ച. അത് എത്ര ചുമ്മാ ഇതിക്കൂടെ പോകുമ്പോഴേ. അത് 100. എല്ലാം 100. 100 കുറഞ്ഞൊരു അല്ല കൂടിയൊരു പരിപാടിക്ക് പിടിച്ചോ നമ്മള്. അത് മാത്രമേ ഉള്ളൂ 150. ഇതാണ് ഗൈസ് മറ്റേ ന്യൂ കോഴ്സ് ഉമ്മറിന്റെ. ഇതെത്രയാ? 100. 100 നമ്മളിത് കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത്. ചെരുപ്പ് 100. 100ന്റെ കളികളല്ലാണ്ട് ഉമ്മറൊന്നും കളിച്ചിട്ടില്ല. 100 300 ഐറ്റം നിങ്ങൾക്ക് കുറഞ്ഞ് കാണാൻ പറ്റും. പിന്നെ 150 175 80 ലാഭം മാത്രം ഗൈസ്. ചെരുപ്പ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തല്ലേ. ഉമ്മർ വാങ്ങിച്ച വേറൊരു കമ്പലാണ് ഗൈസ്. ഞാൻ കമ്മലിടുവോ അറിയില്ല. സത്യം പറ്റേ ഇതുപോലത്തെ ഉണ്ടാവും കിടക്കില്ല കുറെ കമ്മല് ഉമ്മറിന്റെ വീട്ടിലിരിക്കുന്നുണ്ട്. ഉമ്മറ് കുറച്ച് കഴിഞ്ഞ് ആർക്കെങ്കിലൊക്കെ ദാനം ചെയ്യും. ഇത് ഞാനും ഉമ്മറ് വില പേശി കുടിക്കാൻ വേണ്ടി നോക്കിയും കുറിക്കാണ്ട് കിട്ടിയ 40 രൂപ രണ്ടെണ്ണത്തിനും കൂടിയിട്ട്. ഇതാണ് ബട്ടർഫ്ലൈ മോതിരം. എനിക്ക് ഇതൊക്കെ എന്റെ പെട്ടി കയറ്റാനാ. ഇപ്പൊ എന്തോരം മോതിരം ഇരിക്കുന്നത്. ഞാൻ എടുത്തില്ല. ഞാൻ ഒരു ദിവസം ഞാൻ പെട്ടാലേ. ഇതെത്രയടി? 10? 40 40 80. ഇനി എന്താണ് ഇനി ഉമ്മറിന്റെ സൺസ്ക്രീൻ ഉണ്ട്. അതൊന്നും ഉമ്മർ വാങ്ങിക്കാത്ത സോപ്പൊടി കൊണ്ട് ഇട്. അവസാനത്തിലായിട്ട് നിങ്ങൾ നെറ്റും ഉമ്മറിന്റെ തുണി എടുക്കാനുള്ള 1 കിലോയുടെ സോപ്പ് പൊടി ഇട്ട് ടൈഡ് ഡബിൾ പവർ കാട്ടുമെന്നാണ് അവർ പറയുന്നത്. ഒരു പവർ ഉമ്മറിന്റെ മറ്റേ പവർ വാഷിംഗ് മെഷീൻ. അങ്ങനെ ഡബിൾ പവർ ആവുമല്ലോ അവർ ഉദ്ദേശിച്ചത്. പിന്നെ ഉമ്മറിന്റെ മാല കണക്കിന് ക്ലിനിക് പ്ലസ് അവിടെ ഇവിടെ ഒരു കാല് അവരോട് പറഞ്ഞു ഗെയിംസ് ഇത്രയും മാല കണക്കിന് നോക്കൂ ഇത് മാല കണക്കിനുള്ള ഇത് നമുക്ക് കാല് കഴുകാനാണ്. സാധാരണ ഷാമ്പൂ എന്ന് പറഞ്ഞാൽ തലമുടി ഇല്ല. അതിനകത്ത് കാലിന്റെ പടം വന്നു കാട്ടി സംശയമുണ്ട്. ഒരല്ലേ ഉമ്മർ കുളിക്കാത്ത ഉമ്മറിന് വലിച്ചണ. കാല് കഴുകും, പിന്നെ തുണി അലക്കും, മേത്തും തേക്കും, പിന്നെ കുറച്ച് തലയിൽ തേക്കും. പക്ഷെ കുളിക്കത്തില്ല. ഓക്കെ പാരഷൂട്ടിന്റെ പുള്ളി 20 രൂപയുടെ വരെ പാരഷൂട്ടിന് വെളിച്ചെണ്ണ എടുത്ത് കേട്ടെങ്കിൽ ഉമ്മറെ ഞാൻ ഇവിടുന്ന് നോക്കിയാൽ കാണുന്നത് ആ വെളിച്ചെണ്ണ. പേരും നാളും അളവുമില്ല. ഞാൻ ഇവിടുന്ന് നിൽക്കുമ്പോ അങ്ങോട്ട് നോക്കുമ്പോ കാണുന്ന വെളിച്ചെണ്ണയാണ് പുള്ളിക്കാരത്തേക്ക് വേണ്ടത്. മുന്നേ പുള്ളി അവിടെ ഒത്തിരി നേരം തപ്പിട്ടാണ് ഈ ഒരു വെളിച്ചെണ്ണ കണ്ടുപിടിച്ചത്. ഓക്കെ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ വിചാരിക്കും ബാംഗ്ലൂർ എങ്ങനെയാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോ അവിടെ കാണുന്ന എന്താണ് വെളിച്ചെണ്ണ വേണമെന്ന് പറയുമ്പോ മനസ്സിലാക്കാൻ. ഇവക്ക് കന്നഡയോ ഹിന്ദിയോ ഒന്നും അറിയില്ല. ആകെ മലയാളം പിന്നെ
കുറെ ഇംഗ്ലീഷും. അതിനകത്ത് പലചരക്ക് നിൽക്കുന്ന ചേട്ടന് അത്രമാത്രം ഇംഗ്ലീഷ് ആയിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അതും ഇവിടെ നിൽക്കുന്ന ഞാൻ കാണുന്ന ആ വെളിച്ചെണ്ണ എനിക്ക് വേണ്ട കഥയുണ്ട്. അടുത്തതാണ് മെയിൻ. ഇതാണ് 10 വെളിച്ചെണ്ണ. 10 രൂപ 2 പാക്കറ്റ് വെളിച്ചെണ്ണ. ഇതാണ് സോപ്പുപൊടി. സംഭവം എന്നാന്ന് വെച്ചാൽ ഗൈസ്, ഞങ്ങള് കേറിയ കടയില് ഞാനിവിടെ 1 കിലോടെ വാങ്ങിച്ചപ്പോ നമുക്ക് 2 മതി എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ചോദിച്ചു, ചേട്ടാ 10 രൂപ വാഷിംഗ് പൗഡർ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് ആ പുള്ളി കിത്തന എന്ന് ചോദിച്ചു. കിത്തന എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഡൗട്ട്, എത്രയാണെന്നാണോ എന്താണെന്നാണോ ചോദിച്ചത്. അപ്പൊ ഞാൻ എത്രയാണെന്നല്ലേ ചോദിച്ചതെന്ന് അറിയാൻ വേണ്ടി ഇവിടെ അടുത്ത് തിരിച്ച് എത്രയാണെന്നല്ലേ എന്ന് പറഞ്ഞു അവിടെ അടുത്ത് തിരിച്ചപ്പോ പുള്ളി പറയാ അതെ. അപ്പൊ പുള്ളി ആരാ? മലയാളി. ഞാനാരായി? ഞങ്ങൾ എല്ലാരും മാത്രം ഉണ്ടാകുമോ? അതിന് ശേഷമാണ് അവൾ ഈ വെളിച്ചെണ്ണ ഓർഡർ ചെയ്തത്. അപ്പോഴാണ് അവള് പറഞ്ഞത് ഇവിടെ നിൽക്കുമ്പോ ഞാൻ കാണുന്ന ആ വെളിച്ചെണ്ണ എനിക്ക് ആവശ്യമുണ്ട്. പേരുമില്ല, എന്തോരം ഉള്ളതാന്നുമില്ല, ഒന്നുമില്ല. അതോ ഇതുപോലത്തെ കുറെ വെളിച്ചെണ്ണ അവിടെ ഇല്ല. അതിനകത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ അവിടെ കാണുന്ന വെളിച്ചെണ്ണ. എക്സാക്ട്ലി. ഓക്കെ, അപ്പൊ 10ന്റെ 2 സോപ്പ് പൊടി ഒരു മാസത്തേക്ക് ഏതാ? ഇനി അൺബോക്സിംഗ് ആയിട്ട് ഒന്നുമില്ല. നിന്നെ അൺബോക്സ് ചെയ്യും. അതിന്റെ ഒരു ചാറ്റ് എടുത്ത് ഗൈസ്. ശരി, പോയിട്ട് ഉറങ്ങിട്ട് എന്താ